അപ്പം ഗുഡ് മോർണിംഗ് മൈസൂർ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ വണ്ടിക്ക് ഒരു അലങ്കാര പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടേ നമ്മൾ ഇത് വെച്ച് കെട്ടുവാണ്. ഇതിനെന്തോ പറയുന്നത്? ഇസ്ക ക്യാ പോലത്തെ ചണ്ടു ചണ്ടു എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ചണ്ടു പോലത്തെ. അപ്പോൾ നമ്മൾ ചണ്ടു ഫ്രണ്ടിൽ കെട്ടുവാണ് കേട്ടോ. സൈഡിൽ കെട്ടിയല്ലേ ചിലപ്പോൾ സ്റ്റിക്കറിലൊക്കെ ഇട്ട് ഉരഞ്ഞ് ഇതായല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഫ്രണ്ടിൽ കെട്ടുന്നത്. എത്ര രൂപ പറഞ്ഞേ? 2 150 രൂപ. നിങ്ങൾ പറഞ്ഞാണോ അവർ പറഞ്ഞാണോ? 250 പറഞ്ഞല്ലേ. പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത് കണ്ടോ. നമ്മളവിടെയും വണ്ടി കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂരിലാണ്. മൈസൂരിൽ നിന്ന് നമുക്ക് ലോഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ലോഡെന്ന് പറയുന്നത് പഞ്ചസാരയുടെ ലോഡാണ് കേട്ടോ. മൈസൂരിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിപ്പോയി കമ്പനി പോയി നമ്മൾ ലോഡ് എടുത്തിട്ട് നേരെ പോകാൻ പോകുന്നത് തൊടുപുഴയ്ക്കാണ്. മൈസൂർ ടു തൊടുപുഴയാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും അധികം നമ്മളിവിടെ കാത്തിട്ട് കിടക്കേണ്ടിയെന്ന് വന്നില്ല. രാവിലെ ഒരു 10:30 സമയമായപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നതും നമ്മളെ ഞാൻ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഡൗട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള മലപ്പുറത്തുള്ള നമ്മളൊരു ചേട്ടൻ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പുള്ളിയെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ നമ്മൾ വണ്ടിയൊക്കെ വന്നൊന്ന് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ഇക്കയുടെ പേര് പറ. പേര് റിയാസ്. റിയാസ് പാണ്ടിക്കാട്. പാണ്ടിക്കാട് അനീഫ പാണ്ടിക്കാട്, കുഞ്ഞാൻ പാണ്ടിക്കാട്, റിയാസ്. അതിൽ പെട്ടതല്ലേ? അതെ അതെ അതെ. എത്ര വർഷമായിട്ടുണ്ട് വണ്ടി ഫീൽഡിൽ? 16 വർഷം പോലെ. ഓ അത്രയായി. അമ്മോ ശരി. 98 തുടങ്ങിയതാണ്. 98 തുടങ്ങിയതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പത്തെ മാർക്കറ്റൊക്കെ? പാരമ്പര്യമായിട്ട് ഡ്രൈവർമാരല്ലേ. ഇപ്പൊ മാർക്കറ്റൊക്കെ എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായത്തില്? മാർക്കറ്റ് ഇപ്പൊ വളരെ ഡൗൺ ആണ്. ഇപ്പൊ വാടക ഇല്ല. ഇപ്പൊ വെറുതെ ഇങ്ങനെ പോയി വരിക എന്നല്ലാതെ പിന്നെ നമ്മള് വണ്ടി നിർത്തിയിട്ടിട്ടും കാര്യമില്ല. അപ്പൊ അത് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മെച്ചം. ചില ലോഡ് വാടക ഉണ്ടാവും, ചില ലോഡ് വാടക ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ഇങ്ങനെ ഓൾറൗണ്ട് ആയി കറങ്ങിക്കൊണ്ടിരിക്കണം. നമ്മളേതൊക്കെ റൂട്ടാ ഓടുന്നത്? സ്ഥിരമായിട്ട് പൂന, നഗർ, പിന്നെ നാഗ്പൂര്, രാജസ്ഥാൻ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് സീസൺ ആകും. അപ്പൊ രാജസ്ഥാനിൽ പോകും. എപ്പോ തുടങ്ങുന്നത്? അതിന് അടുത്ത മാസമായി സ്റ്റാർട്ടാണ്. പക്ഷെ ഇപ്പൊ ചെറിയ 6 വീലിന്റെ ലോട്ടാണ്. ഇനി ഒരു മാസം കഴിഞ്ഞാൽ 12 വീല് 10 വീലിന് നല്ല ഓട്ടമായിരിക്കും. അപ്പൊ എല്ലാ ഓഫീസിലും വണ്ടി കമ്മി, എല്ലാരും അങ്ങോട്ട് പോകും. അമരാവതി പോകും, നാഗ്പൂർ അമരാവതി പോകും. അപ്പോ എന്താ വെച്ചാൽ എല്ലാ ഓഫീസിലും വണ്ടി ആകുമ്പോൾ എല്ലാത്തിനും എല്ലാ ലോഡിലും വാടക ഉണ്ടാവും. അതിന്റെ സീസണാണ് കഴിഞ്ഞാൽ പിന്നെ വാടക വീണ്ടും ഡൗൺ ആവും. ഇപ്പൊ നാഗ്പൂര് ലോഡ് കിട്ടുകയാണെങ്കിൽ നാഗ്പൂർ എടുത്തു കഴിഞ്ഞാൽ നാഗ്പൂരൊക്കെ എല്ലാം മാർക്കറ്റാണ് വാടക. ഞാനിപ്പോ മൈസൂരുണ്ട്. ഞാനിപ്പോ നാളെ ചിലപ്പോ നാഗ്പൂർ പോകേണ്ട പരിപാടി. നമുക്ക് നാഗ്പൂരിൽ ഒരു ലോഡ് റിട്ടേൺ ലോഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ മതി. നാഗ്പൂര് ലോഡ് നമുക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ ഓറഞ്ച് കയറ്റി പോരാ. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോയി കേട്ടില്ല. എല്ലാ ലോഡും കിട്ടും. നമ്മളെ വണ്ടി 12 വീലല്ലേ? നമുക്കൊന്ന് വണ്ടി കാണാം. അപ്പുറത്തെടുക്കാം. നമുക്ക് അവിടെ പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. നാഗ്പൂർ ഇപ്പൊ 4000 രൂപ ടെന്നിനുണ്ട്. നാട്ടിലോട്ട് 1 ലക്ഷം രൂപ വാടക. മലപ്പുറം ഡിസ്ട്രിക്ട് 441. എറണാകുളം സൈഡാണെങ്കിൽ 45, 44. നാഗ്പൂര് നമുക്ക് നാഗ്പൂരല്ല, ജയ്പൂര് മാറിപ്പോയി. ജയ്പൂർ രാജസ്ഥാൻ. പട്ടാമ്പിന്ന് ലോഡുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് ആണല്ലേ. വാടകല്ല 1,20,000 രൂപ വാടക കൊടുക്കും. അതിന് നമുക്ക് പോയ നഷ്ടമാണ്. അതാ ടോളും. നല്ല ടോളാണ് അതിലൊക്കെ. നല്ല റോഡാണ്. വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. ഭയങ്കര MPRT എടുത്ത് പോയി എന്ന് പറയുന്നത്. പക്ഷെ പോയിട്ട് ഞാൻ അതിൽ പോയിട്ടില്ല. പോയി മഹാരാഷ്ട്ര. നമ്മള് കാലിവണ്ടി പോണെങ്കിൽ 900 രൂപ കൊടുക്കണം. കാലിവണ്ടി പോണെങ്കിൽ 900 രൂപ. നമ്മള് വീഡിയോയില് ഞങ്ങള് ഈ ഇവിടെയൊക്കെ പൈസ കൊടുക്കുമല്ലോ നമ്മൾ RTO. അപ്പൊ എല്ലാരും പറയുന്നത് വെച്ചാൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നടക്കുമോ? നിങ്ങളെ എക്സ്പീരിയൻസിൽ പറ. അതായത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞു. 200, 300, 500 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം കഴിഞ്ഞു. അവരിപ്പോ വിചാരിച്ചപ്പോ സ്റ്റിക്കറിന് ഫൈൻ ഇടാം, റേറ്റിന് ഫൈൻ ഇടാം. 10,000, 20,000 ആവും. അപ്പൊ നമുക്ക് 500 കൊടുക്കാൻ നല്ലത്. ഇതെന്താ നമുക്ക് തൃപ്തി ഉണ്ടായിട്ട് കൊടുക്കല്ല. എങ്ങനെയാലും തൊലഞ്ഞ് പോട്ടെ പണ്ടാന്ന് നമ്മൾ കൊടുക്കത്തില്ല. നമുക്ക് പോയി വണ്ടി കണ്ടാലോ? നമുക്ക് പോയി വണ്ടി പോയി കാണട്ടെ. നമ്മളെ വണ്ടി കണ്ടു പിടിക്കുന്നത്. അപ്പൊ നേരെ അപ്പുറത്താണ് കേട്ടോ. നമുക്ക് ബ്രോക്കർ ഓഫീസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ മൈസൂരിൽ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ലോഡ് എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വണ്ടിപ്പാളയം മാർക്കറ്റ്. വണ്ടിപ്പാളയം പാർക്കിംഗ് അല്ലേ? വണ്ടിപ്പാളയം പാർക്കിംഗ്. ഇവിടെ ഇഷ്ടംപോലെ കേരള വണ്ടി, കർണാടക വണ്ടി, എല്ലാ വണ്ടി ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ലോഡിംഗ് പോയിന്റ്. ഇവിടെ മലബാർ ട്രാൻസ്പോർട്ട് അല്ലേ നമ്മളെടുത്തത്? മലബാർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഒത്തിരി ഉണ്ട്. ബാബുവേട്ടനാ? ബാബുവേട്ടനും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ അല്ലേ? അപ്പം ബാബുവേട്ടൻ്റെ അടുത്താണ് നമ്മൾ എടുത്തത്.
നമ്മളെ വണ്ടി എവിടെ വെക്കാ? ഈ വണ്ടിന്റെ നൂറാ? അതല്ല അതിന്റെ ബാക്കിലല്ലേ? അവിടെ ആ മരത്തിന്റെ അവിടെ. ഇവിടെ ഉണ്ടോ ഇഷ്ടംപോലെ സൗകര്യം കേട്ടോ. ഒരു 100 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇപ്പൊ വണ്ടി കമ്മിയല്ലേ? ലോഡില്ലാത്ത ടൈമിൽ ഇവിടെ ഫുള്ളായിരിക്കും. ഇവിടെ പാർക്കിംഗ് സൗകര്യം 50 രൂപ കൊടുത്താൽ സേഫ്റ്റി. 12 മണിക്കൂർ 50 രൂപയാണ് ഇവിടെ. അതെ അതെ, ഇവിടെ കുളിക്കാനും അതിനകത്ത് ബാത്റൂം സൗകര്യം. ഇവിടെയാണ് ഓഫീസ് ഉള്ളത്. ഇവിടെ കുളിക്കാനും നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് വരാം. സിനിമയിലെടുക്കാൻ വേണ്ടി വിളിക്കും. സിനിമയിലെടുത്ത് ഇതാണ് കേട്ടോ നമ്മുടെ ഇക്കടെ വണ്ടി എന്ന് പറയുന്നത്. എന്ത് പേര്? എം കെ ബ്രദേഴ്സ് മലപ്പുറം. ഇത് കൊല്ലം രജിസ്ട്രേഷൻ ആണല്ലോ. ഇത് പെരിന്തൽമണ്ണ താഴെക്കോടാണ്. അതെ അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളുടെ യാത്രാ വാഹനം. നമസ്കാരം. വണ്ടി പുറത്ത്. ഞങ്ങളിപ്പോ പൂനെന്ന് വന്നാണ് ലോഡ് ഇറക്കിയത്. നാട്ടില് ലോഡ് ഇറക്കി മൈസൂർക്ക് കാലി വരില്ല അല്ലേ? ഏകദേശം മലപ്പുറം വണ്ടികളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാലിയാ വരുന്നത്. ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് എപ്പോഴും ലോഡ് 200 കാലി ഓടണല്ലേ? 200 കിലോമീറ്റർ വരും. ഇവിടുന്ന് ലോഡ് എടുക്കാൻ ചിലപ്പോ 50-100 പോണ്ടി വരും. ഈ ലോറിപ്പണി അങ്ങനെയല്ലേ, തെണ്ടിപ്പണിയാണല്ലോ മറ്റേ പറഞ്ഞ. അതെ അതെ, ഇതും ഭയങ്കര മീശയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിത് നോക്കിയാ പിന്നെ വേണ്ടെന്ന് വെച്ച്. താഴെക്കോട് സുൽത്താൻ ഇത് നമ്മളെ കൂട്ടുകാരനാണ്. അവന് പാർട്ണർ ഒരു വണ്ടി ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അതെ അല്ലേ? അത് കേരളത്തിലെ വണ്ടിയാ? കർണാടക രജിസ്ട്രേഷൻ. അവരിപ്പോ എടുത്താണ് 1 മാസമായിട്ടുള്ളത്. കുക്കിംഗ് ഒക്കെ നിങ്ങള് ആ വണ്ടിയില് ഇതിലെ കൂടെ കാറ്റ് വരും അല്ലേ? നമുക്ക് ഇതാണ് നിങ്ങളെ ഓപ്പൺ ഫാൻ. എ സി അല്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? ഷാഫി. ബെഡ് മാതിരിയാണ് കിടക്കാനൊക്കെ സൗകര്യം. ഇതാണ് ഇവരെ വണ്ടിയുടെ ഉള്ളത്. ഫുള്ള് ബെഡാണല്ലോ. നല്ല ഒത്തിരി പേര് കിടക്കാല്ലോ. ഇത് നല്ല സ്പേസ് ഉണ്ട്. 3-4 പേര് സുഖമായിട്ട്. അതാ നമുക്ക് ഇതുപോലെ ബെഡ് അടിക്കണം കേട്ടോ. അതാ ബെഡ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ മാറി. വണ്ടി കണ്ടോ സെറ്റായില്ലേ? ഇവിടെ തന്നെ 2 പേർക്ക് കിടക്കാൻ പറ്റും. അത്രയും നല്ല സ്പേസ് ഉണ്ട്. ഇനി ഇവിടെയും കിടക്കാം. 3-4 പേർക്ക് കിടക്കാം. ഇത് BS4 2019 BS4 അല്ലേ? അത് മൊത്തം ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് ഇത് ഹൈറ്റ് കയറാം അല്ലേ? നമ്മളിടത്ത് കയറുമ്പോൾ ഭയങ്കര ഹൈറ്റ് വരുന്നത്. പെട്ടെന്ന് കയറാൻ പറ്റും. സ്റ്റെപ്പ് ഉണ്ടാവും. കേറുന്നത് കേറ് മാഷേ. വാ ഇരി. ഇതാകുമ്പോ വൃത്തിയായിരിക്കുന്നേ. മറ്റേ ബെഡുള്ളോണ്ടേ നമ്മൾ ഇതെല്ലാം ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് പിന്നെ ഗ്യാസ് എല്ലാം അവിടെ വെച്ച് ഇത് റണ്ണിങ്ങിൽ ഉണ്ടാക്കും. കുക്ക് ചെയ്യാൻ ഇവിടെ വെച്ചാൽ മതി അല്ലേ? റണ്ണിങ്ങിലും കുക്ക് ചെയ്യും. റണ്ണിങ്ങിൽ ഞങ്ങൾ ഉണ്ടാക്കില്ല കൂടുതൽ. അപ്പൊ ഇത് കുലുങ്ങുമ്പത്ത് ഒന്നും ആവില്ല. അവിടെ വെക്കും. വണ്ടി നിർത്തും വേണ്ട കുക്ക് ചെയ്യാൻ. ഇത് 2 ബാക്കിലോട്ട് വെക്കും. അപ്പൊ പലക ഇവിടെ വെച്ചിട്ട് നമ്മളെ ടൈമില്ലാതെ സബ്ബൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റാണ്. വീട്ടിലുണ്ടല്ലേ സബ്? ഇത് എത്ര കിലോമീറ്റർ ഓടി കാണും വണ്ടി? ഇതിപ്പോ 420. അത്ര ഓടി 4,20,000 ഓടി. 4,20,000. അപ്പൊ നിങ്ങൾ തുണി കാര്യങ്ങളൊക്കെ എവിടെ വെക്കും? ഇവിടെ വെക്കും. പിന്നെ ഇതിന്റെ ബോക്സിലൊക്കെ വെക്കും. വെക്കാം അല്ലേ? അതായത് ഇത് നല്ല സൗകര്യമായി. വലിയ ചൂട് തോന്നി. അത് തണൽ കിടക്കുന്നുണ്ടാന്ന് തോന്നല്ലേ? ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക നല്ല സുഖമായിട്ടല്ലേ? വണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ സംഗതിയും കാര്യങ്ങളും. ഞങ്ങള് ഫുഡ് സാധനങ്ങളൊക്കെ എല്ലാം ആ ബോക്സിൽ വെക്കും. വണ്ടിയുടെ ജാക്കി വീൽ സ്പെയർ ഇവിടെ പോകും. ഇതിന്റെ അടിയിൽ ഇത് പൊക്കി കഴിഞ്ഞാൽ വെള്ളമുണ്ട്. വെള്ളമാണ് ഇഷ്ടം പോലെ. അതിനുള്ളിലെല്ലാം ബോക്സ് നല്ല സ്റ്റോറേജ് ഉണ്ടല്ലേ? 100-110 ലിറ്റർ വെള്ളം വണ്ടിയിൽ ഇഷ്ടം. അപ്പൊ സുഖമായി വേണേ കുളിക്കണമെങ്കിൽ കുളിക്കുകയും ചെയ്യാല്ലേ? നമുക്ക് കിടക്കാനല്ല സുഖ. 2 പേരോ 3 പേരോ ഉണ്ടായാലും ഒരു ടെൻഷനും ഇല്ല. സുഖമായിട്ട് കിടക്കും. ഇനി വേണേ ഒരാൾക്ക് ഇവിടെയും കിടക്കാൻ നിർത്തിയിട്ട് കിടക്കുമ്പോ 4 പേർക്ക് സുഖസുന്ദരമായിട്ട്. പിന്നെ ഇതാണ് നമ്മളെ AC. ഞങ്ങൾക്ക് AC ഇതുള്ളൂ. പാവപ്പെട്ടവന്റെ AC ഇതാണ്. പണക്കാരന്റെ AC മേലെയാണ്. ഞങ്ങള് പാവപ്പെട്ടവരാണ്. അപ്പൊ ഞങ്ങള് പാവപ്പെട്ട AC. ഇതിന് AC ആവശ്യമില്ല. അത്ര ചൂട് അറിയത്തില്ല. തടിയുടെ മരമായതുകൊണ്ട് അത്ര നമ്മള് ഇത് ഇരുമ്പിന്റെ ഫ്രെയിം ആയതുകൊണ്ട് നല്ല ചൂടറിയും. ഇത് അത്ര ചൂടാകത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോവാല്ലേ? ഓക്കെ. അപ്പൊ ജോൺസൺ മാസ്റ്റർ റെഡി അല്ലേ ഇന്നത്തെ? റെഡി. അപ്പൊ നമ്മളിപ്പോൾ പഞ്ചസാര എടുക്കാൻ വേണ്ടി പോവുകയാണ് മൈസൂരിൽ നിന്നും തൊടുപുഴയ്ക്ക്. നമ്മൾ തൊടുപുഴയ്ക്ക് ആദ്യമായിട്ടാണ് ചോറ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പുറത്തായിട്ടാണ് നമ്മളെ സവാള ഇറക്കിയ മാർക്കറ്റ്. നമ്മൾ കെഞ്ചപ്പ എന്ന് പറഞ്ഞ ഒരു ഉള്ളി കച്ചവടക്കാരൻ്റെ ഡീലിങ്ങിലായാലും വന്നത്. അമ്മാതിരി പെടൽ പെട്ടുപോയി. എന്തായാലും അതെല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര എടുക്കാം. പഞ്ചസാര നമ്മൾ ഓൾറെഡി സാംഗ്ലിയിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ലോഡുകളാണ്. അതുകൊണ്ട് പഞ്ചസാരയെ കുറിച്ച് നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പോയിട്ട് യൂ ടേൺ അടിച്ചിട്ട് വരണം കേട്ടോ. ഇതാണ് മൈസൂരിലെ സവാള മാർക്കറ്റ്. അപ്പുറത്ത് ചാമുണ്ടി ഹിൽസ് കാണാം. ഇവിടെ ഇട്ട് തിരിക്കുന്ന പിന്നെ വേറെ എവിടെയാ? ഇവിടെ ഇട്ട് അകത്തോട്ട് കയറിയിട്ട് റിവേഴ്സ് എടുക്കാം അല്ലേ? അല്ലേ? അല്ലേ, ഞാൻ ബാക്ക് പറഞ്ഞുതരാം. നേരെ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് എടുക്കാം അല്ലേ? ഇത് മരം മുറിക്കുവാണ് അവിടെ. അതുകൊണ്ട് ഇവിടെ ഉണ്ടോ മരം മുറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നേരെ നമ്മൾ മാർക്കറ്റിനകത്തോട്ട് കയറിയിട്ട് നമ്മളൊന്ന് വളച്ചെടുക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളെ ഇപ്പൊ കാണിച്ചില്ലേ നമ്മളെ റിയാസിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. കാരണം ഞാൻ ഇപ്പൊ ഈ ലോറിയിൽ ഓടാൻ തുടങ്ങി അന്ന് തൊട്ട് എന്തൊരു കാര്യത്തിന് ഏത് പാതിരാത്രി വിളിച്ചാലും പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം ഞാൻ പുള്ളിയാണ് കേട്ടോ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് വിളിച്ചായിരുന്നു. അപ്പം അവർ പറഞ്ഞിങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാണാൻ പറ്റി, സന്തോഷം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ഇതെല്ലാം വിൽക്കുന്നത് അലങ്കാര വസ്തുക്കളൊക്കെ. അല്ല മറ്റോ പറഞ്ഞ വീൽ കപ്പിന് ഇവിടെ 2000 രൂപയാണ് നമ്മൾ വാങ്ങിച്ചതിന്. നമ്മൾ വാങ്ങിച്ച വീൽ കപ്പിന് ഇവിടെ 2000 രൂപ. നമ്മൾ എത്രയ്ക്കായിരുന്നു വാങ്ങിച്ച? 1200 നമ്മൾ വാങ്ങിച്ച വീൽ കപ്പ്. അപ്പൊ ലാഭം 800 രൂപ കുറവുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീട്ടിലെ കണ്ടില്ലേ ജോൺസൺ മാഷ് ഇപ്പൊ ഗ്ലാമർ ആയെന്നൊക്കെ ജോൺസൺ മാഷിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയോന്നൊക്കെ ചോദിച്ചു. ജോൺസൺ മാഷിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു അല്ലേ ആൾക്കാര്. ജോൺസൺ മാഷ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ജോൺസൺ മാഷിനെ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കണം. ശരി, ജോൺസൺ മാഷ് ഫുൾ കളർഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഔട്ടർ റിംഗ് റോഡാണ്. മൈസൂരിലെ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയും. ഇതിലെ ഫുള്ള് ആടാണല്ലോ കണ്ടോ. സൈഡിൽ ചെമ്മരിയാട്, സൈഡിൽ മൊത്തം ചെമ്മരിയാടൊക്കെ ഇങ്ങനെ മെയിനാണ്. എത്ര ആണല്ലേ. അപ്പം നമ്മുടെ നാട്ടിലേ ഉള്ളല്ലേ ഇതുപോലെ ആട് കൃഷി കാണാത്തത്. ആടിനെ ഇങ്ങനെ മേയ്ക്കുന്നത് നമ്മളധികം കാണത്തില്ല. ബാക്കി എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ കൊണ്ടു നടക്കുന്നത്. അത് റോഡില്, നമ്മളവിടെ റോഡിലൊന്നും കൊണ്ടുപോകില്ല. ഇവിടെ പശുവിനൊക്കെ റോഡിലിട്ടല്ലേ വളർത്തുന്നത്. നമ്മുടെ നാട്ടിൽ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടമില്ലാത്തോണ്ടല്ല, നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ടൗണാണ്. മൊത്തം വീടുകൾ വെച്ചാൽ ഇപ്പൊ കുറച്ച് സ്ഥലങ്ങൾ ഇപ്പൊ കാസർഗോഡ് ജില്ലയുടെ കുറച്ച് ഭാഗം, കണ്ണൂർ ജില്ലയുടെ കുറച്ച് ഭാഗം, പിന്നെ വയനാട് കുറച്ച് ഭാഗം, പാലക്കാട് കുറച്ച് ഭാഗം, അങ്ങനെ കുറച്ച് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പ്രദേശം കുറച്ച് അധികം ഉള്ളത്. ആൾക്കാർ അധികം തിങ്ങി പാർക്കാത്ത സ്ഥലമുള്ളത്. ബാക്കി എല്ലായിടത്തും ആൾക്കാർ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന സ്ഥലമല്ല. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ നമ്മൾ ഇതേപോലെ ആടിലൊക്കെ എന്റെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇതേപോലെ തന്നെ കുറെ ആടുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി നടത്തി തീറ്റിക്കാം. വേറെ ആളുടെ പറമ്പിൽ കയറ്റാൻ ആൾക്കാർ സമ്മതിക്കാമല്ലോ. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ട് നടക്കും. അതെ അതെ. നമ്മളിപ്പോ അത്യാവശ്യം നല്ല കൃഷിയൊക്കെ കാണുന്നത് ഇപ്പൊ പാലക്കാട് പോയപ്പോ നെല്ലും കാര്യങ്ങളൊക്കെ. എവിടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ എവിടെ പോയാലും പാലക്കാട് പോകാൻ ഒരു ത്വരയുണ്ട്. അത് മിസ് ചെയ്യും. അത് പറഞ്ഞപ്പോ പാലക്കാട് ഉണ്ട് കേട്ടോ ഇതുപോലെ കുറെ ആടുകളൊക്കെ. എന്നാലും ഇതുപോലെ നേരെ പോട്ടെ നമുക്ക് ഇതില്ലേ നമ്മളെ ആയിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ ആടുകളെയൊക്കെ കൊണ്ട് നടക്കുന്നത് കാണാൻ പറ്റും പാലക്കാട്. ലോഡ് കിട്ടിയപ്പോഴത്തേക്ക് തന്നെ ഒരു സന്തോഷം വന്നല്ലോ മുഖത്ത് അല്ലേ. ലോഡ് കാറ്റാട്ടി കിടക്കുന്നതാണ്. ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും എപ്പോഴും ഒരു രസം. അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോയതുപോലെ പെട്ടെന്ന് ഒന്നും ഇല്ലാത്ത പോലെ വെറുതെ ഇങ്ങനെ കാത്ത് കിടക്കുന്നു. അതേപോലെ വേറെ കാര്യം പറയുന്നുണ്ടല്ലോ, നമ്മളെ AC ഉണ്ടല്ലോ. AC നമ്മളിപ്പോ വണ്ടി ഫുൾ ടൈം ഓടുവാണെങ്കിൽ കുഴപ്പമില്ല, ബാറ്ററി രാത്രിയൊക്കെ നല്ല രീതിയിൽ നിൽക്കും. പക്ഷെ നമ്മളിങ്ങനെ നിർത്തിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഡൗൺ ആകും കേട്ടോ. രാത്രിയിലൊന്നും നമുക്ക് നിൽക്കത്തൊന്നുമില്ല, അധികം മണിക്കൂറൊന്നും നിൽക്കത്തില്ല, പെട്ടെന്ന് ബാറ്ററി കട്ട് ഓഫ് ആവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. റണ്ണിങ്ങിലാണെങ്കിൽ നമ്മൾ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം. അതുകൊണ്ട് ഒരു വണ്ടിയെ പശു പിടിച്ചോ. ഈ പശു എല്ലാം റോഡിലാണ് ഇവിടെയൊക്കെ. അവര് വെള്ളം കൊടുക്കുന്നല്ലേ, കഷ്ടം തന്നെ. ഇവര് ഈ പശുവിന്റെ ഓണർമാരെ വേണം പറയാൻ. പശുവിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ അങ്ങ് റോഡിലങ്ങ് ഇറക്കി വിടുന്നത്. നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ ഇല്ലാതെ. കണ്ടോ അതുകൊണ്ട് അവിടെ നോക്കിയാൽ കാണാം, അവിടെയും കണ്ടോ പശു എല്ലാം റോഡിലാണ്. അത് കേരളത്തിന് പുറത്ത് എവിടെ പോയാലും റോഡിൽ പശു ആട് എല്ലാം റോഡിലായിരിക്കും. കുറെയൊക്കെ അറിയാവുന്ന പശുക്കളൊക്കെ ഒതുങ്ങിയിരിക്കും, ചില പശുവൊക്കെ നടുക്കാനിരിക്കും. നമ്മൾ വേണം വെട്ടിച്ച് പോകാൻ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകും കേട്ടോ. ഇവിടുന്ന് റൈറ്റ് ആണ് നമ്മളെ എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. ബാംഗ്ലൂർ ഇവിടുന്ന് അതിൻ്റെ ഇടയിൽ ഒരു കാർ 145 കിലോമീറ്റർ ആണ് കേട്ടോ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ട് കുറച്ച് ദൂരം പോയി 2 കിലോമീറ്റർ പോയിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കും.
ഇല്ല നല്ല നല്ല കാലിക്ക് ഒരു കുഴപ്പമില്ല. നല്ല റോഡല്ലേ, നല്ല റോഡാകുമ്പോൾ കുഴപ്പമില്ല. കട്ട റോഡാണെങ്കിൽ നല്ല തുള്ളലായിരിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഒക്കെ വന്നായിരുന്നു. ബൈക്കിലൊക്കെ അടിച്ച് നമ്മുടെ പേര് ഫേമസ് ആയി തുടങ്ങിയിട്ടുണ്ടോ. നമ്മളുണ്ട് എക്സ്പ്രസ് ഹൈവേയിൽ ആ കുറച്ച് ഓടിയുള്ളൂ. നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുക കേട്ടോ. ആണോ 2.5 കിലോമീറ്ററിലൊക്കെ എക്സിറ്റ് ഉണ്ട്. ഇതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ടോളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് കാര്യമായി. ഇവിടെ നമുക്ക് ലെഫ്റ്റ് അടിച്ച് ശ്രീരംഗപട്ടണ റൂട്ടിലാണ് പോകേണ്ടത്. നമ്മൾ തിരിച്ച് ഇതേ വഴി ഇങ്ങോട്ട് വരണം. ഇവിടെ വന്നിട്ടാണല്ലോ നമുക്ക് കേരളത്തിലോട്ട് പോകേണ്ടത്. നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് തിരിച്ച് നേരത്തെ ലോഡൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. നേരത്തെ ലോഡ് പകല് ലോഡാവുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ ബന്ദിപ്പൂർ റൂട്ടിലെ രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. അപ്പോൾ അത് അനുസരിച്ച് വേണം നമ്മൾ ഇവിടെ പോകാൻ. നമുക്ക് നേരത്തെ ഒരു ഉച്ചയ്ക്കൊക്കെ ലോഡായി വരുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. വൈകിട്ടാണ് ലോഡാവുന്നതെങ്കിൽ നടക്കത്തില്ല. എന്തായാലും നോക്കുന്നുണ്ട് ഭാരത് ബെൻസിൻ്റെ ഷോറൂം. ഏഷ്യർ എല്ലാം ഉണ്ട്. ഈ റോഡിൽ എത്ര കിലോമീറ്റർ? 400 മീറ്റർ പോട്ടെ, നേരെ പോട്ടെ. 11 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? അപ്പോൾ അടുത്തായിട്ടോ. നമുക്ക് അതുകൊണ്ട് ലോഡിംഗ് പോയിന്റിലോട്ട് വലിയ ദൂരം വന്നില്ല. നമുക്ക് വേറെ ലോഡ് വന്നായിരുന്നു കേട്ടോ. അത് നമ്മൾ ആദ്യം എടുക്കാൻ തന്നെയാണ് കൊല്ലത്തേക്ക്. പക്ഷെ അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ 95 കിലോമീറ്റർ നമ്മൾ കാലിക്ക് ഓടണം. അതുകൂടാതെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ലോഡ് എടുത്ത് തിരിച്ചു വന്ന് കൊല്ലത്തോട്ട് പോകണം. അപ്പോൾ നമുക്ക് കൊല്ലത്തോട്ട് പോയാലുള്ള കുഴപ്പം തരുമോ? പിന്നെ കൊല്ലത്തിന് തിരിച്ചുള്ള ലോഡ് നമുക്ക് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കാതെ. പിന്നെ നമ്മൾ കൊല്ലത്തിന് വീണ്ടും കാലിക്ക് നമ്മുടെ എറണാകുളത്തോട്ട് പെരുമ്പാവൂർ വരണം. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തൊടുപുഴ എടുത്തത്. തൊടുപുഴയെന്നാകുമ്പോൾ നമുക്ക് പെരുമ്പാവൂരോട്ട് എളുപ്പം വരാം. വലിയ ദൂരമില്ലല്ലോ തൊടുപുഴയെന്ന്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ശ്രീരംഗപട്ടണ റൂട്ടിലോട്ട് ലെഫ്റ്റ്. ഈ സൈഡ് കൊണ്ടാണ്ടോ പാലക്കാട് പോലില്ലേ? നെൽവയലും അതിന്റെ ഇടയ്ക്ക് തെങ്ങൊക്കെ ആയിട്ട് അതുകൊള്ളാം. മൈസൂര് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പ് മൈസൂര് ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി ആയിരുന്നു. ഇപ്പം അല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സൂറത്തോ അല്ല ഇൻഡോറാന്ന് തോന്നുന്നു. ഇപ്പം ഇൻഡോറാന്ന് തോന്നുന്നു. സൂറത്ത് രണ്ടാമതായിരുന്നു. സൂറത്ത് അന്ന് രണ്ടാമതായിരുന്നു. അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കും. മൈസൂരും പണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണവും ക്ലീനസ്റ്റ് സിറ്റികളിലൊന്നായിരുന്നു പണ്ട്. അത് നല്ല ക്ലീൻ ആയിട്ട് തോന്നിയായിരുന്നു എല്ലാ സ്ഥലവും. പക്ഷെ സൂറത്ത് വന്ന സമയത്ത് നമ്മൾ സൂറത്ത് പോയിട്ടുണ്ട്. അന്ന് ക്ലീനസ്റ്റ് സിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടോട്ട് ഇറങ്ങിയപ്പോ മൊത്തം റോഡെല്ലാം വൃത്തികേടായിട്ട്. അതങ്ങനെയാണ്. അവര് ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് നോക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും, നമ്മൾ പോയത് വേറെ ആയിരിക്കും. എന്താ ഇനി തിരിയാനുണ്ടോ? 300 മീറ്റർ നേരെ പോകാനാട്ടോ. റൗണ്ട് അവിടെ നേരെ പോണേ. കണ്ടോ ഇപ്പുറത്തേക്ക് കണ്ടോ, കരിമ്പും കാണാം, നെല്ലും കാണാം, തെങ്ങും കാണാം. നമ്മളിപ്പോ സൗത്ത് ആയല്ലോ. സൗത്ത് ആയി കഴിഞ്ഞാൽ നല്ല അരിമാവിൽ ഇഡ്ഡലി കിട്ടും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റവയിൽ ഇഡ്ഡലിയാണ് കിട്ടുന്നത്. ഇവിടുന്ന് എങ്ങോട്ടാ? വലത്തോട്ട്. യങ് ഐലൻഡ്. KSRTC. യഥാർത്ഥം ഇതിനെ KASRTC എന്ന് പറയണമായിരുന്നു. ഇപ്പുറത്തെ ഉണ്ടോ നല്ല വെള്ളമൊക്കെ കാണാം കേട്ടോ. ഈ സൈഡിലായിട്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ജോൺസൺ മാഷേ നമുക്ക് ഒരിക്കൽ നല്ല ദൂരം ഒന്ന് പോകണം. അടുത്ത ഇനി കിട്ടുന്ന ഒരു ട്രിപ്പിന് നമുക്ക് നല്ല ദൂരം പോകണം. കാരണം അതാണ് നല്ലത്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അത്? ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൽ കഴിക്കുന്നതിനേക്കാളും നല്ലതേ നമുക്കൊരു ലോങ് ഒരു ട്രിപ്പ് എടുക്കണം. എന്നാലേ നമുക്ക് മാക്സിമം വീഡിയോസ് എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഒരു ലോഡ് കരിമ്പ് കണ്ടോ? കരിമ്പ് താഴെ പോയി. അതാണ് അവര് രണ്ടാമത് ലോഡ് കയറ്റുന്നത്. ശരിയാന്ന് തോന്നുന്നു അല്ലേ? ഇതിലെ ട്രാക്ടറാ, ഡബിൾ ട്രാക്ടറാ. ട്രെയിൻ പോലെ കെട്ടി വലിക്കും അവര്.
അത് സാധനം അത് വീട് താഴെ വീണു. അതെ അതെ. വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണം. അതാ ഞാൻ പറയുന്നത്, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്നോ. ഞങ്ങൾ +2 ടൂറിന് വന്ന സമയത്ത് ആ മ്യൂസിയത്തിൽ പോയാ. നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ നമ്മള് ടൂർ പോകുന്ന സ്ഥലമാണല്ലോ മൈസൂര്, വയനാട്, മൈസൂര്, ഊട്ടി. ഇത് ഒരു പ്രധാനപ്പെട്ട ഞങ്ങളെ ഊട്ടി, വണ്ടർല, മൈസൂർ. ഞാനും പോയിട്ടുണ്ട് വയനാട്, മൈസൂരൊക്കെ സ്കൂളിൽ നിന്ന്. എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ. അതുകൊണ്ട് കാളവണ്ടിയിൽ കരിമ്പൊക്കെ കൊണ്ടുപോകുന്നു. ഈ ശ്രീരംഗപട്ടണത്തിലെ പ്രധാനപ്പെട്ട കാണേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത്. മൈസൂർ ടൗണിൽ നിന്ന് അടുത്തുള്ളൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ പോകേണ്ടത് കമ്പനിയിലോട്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 3.8 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതിലങ്ങ് നേരെ പോവാം. നല്ല ഒരു ഗ്രാമപ്രദേശത്തിനകത്തൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു പഴയ സിറ്റി ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് കാളവണ്ടിയിൽ കരിമ്പ് കൊണ്ടുപോകുന്നതും. പക്ഷെ വേറെ കാര്യമുണ്ട്, റോഡ് പറ്റ ബ്ലോക്കായി. കാളവണ്ടി റോട്ടിൽ കൂടി നിറച്ചും. അതുകൊണ്ടല്ലേ വണ്ടി പോകുന്നുണ്ട്. ആ കാളവണ്ടി പോകുന്ന പോലെ പോകാൻ പറ്റും. കാളവണ്ടി കാരണം ബ്ലോക്ക് ആവുന്നല്ലേ. അതുകൊണ്ട് കാളവണ്ടി ഒരു റേറ്റും ഇല്ല വേറെ തന്നെ. ഓ പാവം കേട്ടെ. ഇത്രയും മെഷീനും കാര്യങ്ങളും വണ്ടികളും എല്ലാം വന്നിപ്പോ ഇലക്ട്രിക് വണ്ടി എല്ലാം വന്നിട്ടും ഈ കാളവണ്ടി ആ പാവത്തിനിട്ട് ദ്രോഹിക്കുന്നതാണ് ഒരു വിഷമം. ഡീസൽ അടിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ കർഷകർക്ക് കുറച്ച് ഡീസൽ വില കുറച്ച് കൊടുത്താൽ അവർ കാളവണ്ടി മാറ്റിയിട്ട് ഡീസൽ വണ്ടിയിൽ പോയാണ്. ഈ കാളവണ്ടി കാരണമാണ് നമ്മളിപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ അതിന്റെ തൊട്ട് മുമ്പ് വേറെ ഒരെണ്ണമുണ്ട്. ശരിയാണല്ലോ. ചെറിയ ദ്രോഹിച്ച് ഓടിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ നാട് എന്ത് പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. ഇതൊക്കെ 80കളിലുള്ള സിസ്റ്റമൊക്കെ ഇപ്പോഴും കൊണ്ടേ. ഇവിടുന്ന് വരുന്നു. ഏതാ? അതുകൊണ്ടേ ഒരു കാലി വണ്ടി വരുന്നുണ്ടോ? ഇവിടെ മൊത്തം കാളവണ്ടി തന്നെ. അതെ അതെ. MRP പുതിയ പമ്പുണ്ട്, വരുമ്പോ ഇവിടെ കാണാം. ഇതിപ്പോ തമിഴ്നാട്ടിലേ പോകുന്ന പോലെ ഉണ്ടല്ലേ. കറക്റ്റ് ഒരു തമിഴ്നാട് വൈബാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ കമ്പനിക്ക് അടുത്തെത്തി കേട്ടോ. വലിയ ദൂരമൊന്നും ഓടേണ്ടി വന്നില്ല. അപ്പൊ നമുക്ക് ലോഡ് കയറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കേരളം എത്താൻ പറ്റും, ബോർഡർ എത്താൻ പറ്റും. കരിമ്പ് കൊണ്ട് കളവണ്ടി തന്നെ റോഡിൽ മൊത്തം. മറ്റേ നമ്മൾ എപ്പോഴും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് ചൂട് സമയമായിരുന്നു. ഇപ്പൊ അത് തോന്നില്ല, ഇപ്പൊ അത്ര ചൂടില്ലല്ലോ. ചൂടുള്ള സമയത്ത് ബെസ്റ്റായിട്ട് തോന്നിയത് അല്ലേ. ഇവിടെ എല്ലാം കരിമ്പ് പാടങ്ങൾ തന്നെയാണ്. പഞ്ചസാര ഇപ്പൊ നമ്മുടെ സ്ഥിരം ലോഡാണ് ഇവിടെ. മൈസൂർ കൂടുതൽ കിട്ടുന്ന ലോഡ് എന്ന് പറയുന്നത് പഞ്ചസാരയും പിന്നെ അരിയുമാണ് കേട്ടോ. പിന്നെ ചെറിയ വണ്ടിയിലാണ് നമ്മൾ സവാളയൊക്കെ ഇവിടുന്ന് ചെറിയ വണ്ടിയിൽ കൊണ്ടുപോകും. നമ്മളിപ്പോ എത്ര ദിവസമായി കാണും നമ്മൾ ട്രിപ്പ് ഇറങ്ങിയിട്ട്? 10 ദിവസമായല്ലേ? 10 ദിവസമായിട്ടോ. 10 ദിവസം നമ്മൾ റൂം എടുത്തോ ഒന്നും നമ്മൾ താമസിച്ചിട്ടില്ല. നമ്മള് ഫുൾ ടൈം വണ്ടിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മള് റൂമിലോ ഒന്നും പോയിട്ടില്ല, റൂം എടുക്കാനോ ഒന്നും നിന്നില്ല. കുഴപ്പമില്ലായിരുന്നു അല്ലേ? അത്രേ ഉള്ളു. പോട്ടെ. അപ്പൊ ഞങ്ങള് ഇവിടെ ഷുഗർ കമ്പനിയുടെ അടുത്ത് വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഡെലിവറി ഓർഡർ ഉണ്ട്, അതൊക്കെ ഞാൻ പോയി വാങ്ങിച്ചു. തൊടുപുഴയ്ക്കുള്ള ഡെലിവറി ഓർഡർ കിട്ടി. ഇനി ഇവിടുന്ന് എത്ര സമയം കൊണ്ട് കയറ്റുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഈ കാണുന്ന കമ്പനിയുടെ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. കയറിയിട്ട് എത്രയും പെട്ടെന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക്
ഇന്ന് എന്താ പറയുക ബന്ദിപ്പൂര് ഫോറസ്റ്റ് ഒക്കെ കടക്കാൻ പറ്റും രാത്രി. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കേട്ടോ, പിന്നെ ഇവിടുന്ന് അകത്തോട്ടാണ് കമ്പനി. ഇവിടെ ഉണ്ടോ, ഇതൊക്കെ KL വണ്ടിയാണ്. KL വണ്ടികളൊക്കെ ഉണ്ട്, ഒത്തിരി വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പെട്ടെന്ന് കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ പേപ്പറായിട്ടൊന്ന് പോയിട്ട് എല്ലാം കാണിക്കണം സെക്യൂരിറ്റി എടുത്ത്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മൾ ഇതുകൊണ്ട് കമ്പനിക്കകത്തോട്ട് കയറി കേട്ടോ. ഇതുണ്ടോ ഷുഗർ ഫാക്ടറിക്കകത്തോട്ട് കയറുവാണ്. അപ്പോൾ അതാ നമ്മൾ വണ്ടിയിൽ ഒരാളെ മിസ്സിങ് ആണ് കേട്ടോ. ഗേറ്റ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആതിര വെളിയിലായിട്ടോ. ആതിര അവിടെ സെക്യൂരിറ്റിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞ്. ലേഡീസ് ഇതിനകത്ത് അലൗഡല്ല കേട്ടോ. ഇതൊക്കെയാണ് കുഴപ്പം. നമ്മളെ കേരളത്താണ് പ്രശ്നമില്ല, അത് ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ടോ. ഇവിടെ നിന്നല്ല, പല കമ്പനികളിലും വലിയ വലിയ കമ്പനികളിൽ എന്തെന്നറിയാൻ വയ്യ, ഭയങ്കര സ്ത്രീ സമത്വവും സ്ത്രീകൾക്കെതിരെയൊക്കെ പല ഇത് നടത്തിയിട്ടും നമ്മളിവിടെ ഒരു കമ്പനിക്കകത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നൊക്കെ പെണ്ണുങ്ങളല്ലേ, കമ്പനിക്കകത്ത് കയറുന്ന സമയത്ത് പെണ്ണുങ്ങളെ ചിലയിടത്ത് കയറ്റത്തില്ല കേട്ടോ. നമ്മൾ അകത്തന്നെ ഇരുന്നായിരുന്നു. അപ്പോൾ അവർ കണ്ടിട്ട് പറഞ്ഞ് അവിടെ സെക്യൂരിറ്റി റൂമിൻ്റെ അവിടെ ഇരിക്കാൻ പറയും. വേറെ കുഴപ്പമില്ല, നമുക്കിന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കേ ലോഡ് ആവത്തുള്ളൂ. അപ്പോൾ ആദ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി കൊണ്ടിട്ട് അവിടത്തോട്ട് പോകണം കേട്ടോ. അത് നമുക്കറിയാം, ഓൾറെഡി അറിയാം. നമ്മൾ ഇതിനു മുമ്പൊക്കെ കുറേ ഫേസ് ആയിട്ടുള്ളതാണ്. ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് അറിയാവുന്നതുകൊണ്ട് അകത്തന്നെ ഇരിക്കും, ആരും കാണാത്ത രീതിയിലെങ്കിൽ ഇരിക്കും. അപ്പോൾ പിന്നെ അവരറിയത്തില്ലല്ലോ, ലോഡ് ചെയ്യുക കയറ്റിയോ പോയി. ഇപ്രാവശ്യം അവർ കയറി വരുമ്പോൾ തന്നെ വണ്ടിക്കകത്ത് കാണാൻ പറ്റും, വെളിയിൽ നോക്കിയാൽ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും. വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. ഇന്ന് വണ്ടി ഒരുപാടുണ്ട് കേട്ടോ. ഓണമല്ലേ, ഓണം ആയതുകൊണ്ട് നാട്ടിലോട്ട് എല്ലാവർക്കും അങ്ങ് പഞ്ചസാര കൊണ്ടുപോകാം. ഇഷ്ടംപോലെ ലോഡുണ്ട്, കേരളത്തോട്ട് തന്നെ ഇഷ്ടംപോലെ ലോഡുണ്ട് കേട്ടോ. വാടകയെല്ലാം പഴയ വാടകയൊക്കെ തന്നെ. നമ്മൾ 8ാമത്തെ വണ്ടിയാണ്. നമുക്കപ്പം ഇവിടെ വെയിറ്റ് എടുക്കണം. വെയിറ്റ് എടുക്കുന്നിടത്തും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കണ്ടോ. ഇവിടെ ഭയങ്കര പൊടിയായതുകൊണ്ട് അവരിതുകൊണ്ട് വണ്ടിയിൽ വന്നിട്ട് ഫുള്ള് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് പൊടിയൊക്കെ മാറ്റുവാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരമായി നിൽക്കുന്നത്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആവും കേട്ടോ മിക്കവാറും നമുക്ക് ലോഡ് ആവാൻ. അപ്പം ഇന്ന് രാത്രി നമുക്ക് അങ്ങനെയാണെങ്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ മാഷാ. വിടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ലോക്കാവും. ലോക്കാവുന്ന പിന്നെ ഇപ്പോൾ പുതിയ വിഷയമൊന്നും അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ, ശീലമായി. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ ഭയങ്കര ശീലമായി. ഒക്കെ ഇപ്പൊ അങ്ങ് ഇതൊക്കെയാണ് അല്ലേ. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന് കരിമീൻ വേസ്റ്റ് കൊണ്ട് വരുന്നത് കണ്ടോ. കരിമീൻ വേസ്റ്റ് കൊണ്ടുവരുന്നത് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വേസ്റ്റ് കൊണ്ടുവരുന്നത് വേസ്റ്റ് വണ്ടിയാണ് കേട്ടോ. വേസ്റ്റ് കൊണ്ടുവരുന്ന വണ്ടി. അത് കാണുമ്പോൾ ഭയങ്കര ലോഡായിട്ട് തോന്നും, പക്ഷെ അത് വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ആതിര ഇവിടെ തൊണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുക അല്ലേ. തമിഴ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അകത്തന്നെയാണ്, കമ്പനിക്ക് അകത്തന്നെയാണ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മള് കമ്പനി വെച്ച് പുറത്തോട്ട് ഇറങ്ങി. ജോൺസൺ മാഷ് അകത്തുണ്ട്. വെയിറ്റ് നോക്കാനുണ്ട് കേട്ടോ. വെയിറ്റ് നോക്കാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഒരു പ്ലസ് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കൊണ്ട് കമ്പനിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. മൊത്തം കരിമ്പാണല്ലോ ഇവിടെ എല്ലാം. അതെ അതെ, കരിമ്പിന്റെ മണമാണ് കേട്ടോ മൊത്തം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ട് നടന്നു പോകുന്നത് കേട്ടോ. കുറച്ച് നാളായി. ഞാൻ ട്രെയിൻ വന്നത്, ഞാൻ ഈ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ചെങ്ങന്നൂരിന്ന് പാലക്കാട് വരെ ട്രെയിൻ. പിന്നെ അല്ല, അതിൽ ഒറ്റയ്ക്കൊക്കെ ട്രെയിനിലേക്ക് വരാൻ തുടങ്ങി. ഇത്രയും ദൂരം പോകും. അതെ, നമ്മളെ പാണ്ഡവാപുര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ എന്തായാലും വെള്ളം കുടിക്കാൻ വന്ന അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു അടിപൊളി ഒരു മുതലമട പോലത്തെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കടയുണ്ടെന്ന് പറഞ്ഞു. നോക്കാം. ഇവിടെ ട്രെയിനൊക്കെ ഇല്ല, ബസ്സൊക്കെ KSRTC സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന പോലെ വാരി വലിച്ചിട്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ സ്ക്രാപ്പായ ട്രെയിനാന്ന് തോന്നുന്നു. ഇവിടെ കടയൊന്നും കാണുന്നില്ലല്ലോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് പോകണം, റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തോട്ട് പോകണം കേട്ടോ. അതുകൊണ്ടോ ട്രാക്കൊന്നുമില്ല, റെയിൽവേ ട്രാക്കൊന്നുമില്ല. അത് ശ്രദ്ധിച്ചോ, വീലും ഇല്ല അതിന്. വീലില്ലാത്ത ട്രെയിനൊക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ. കണ്ടോ, അല്ല ഇതൊക്കെ സ്ക്രാപ്പായ ട്രെയിനുകളാണ്. അപ്പുറത്തേക്ക് കാണാം തന്നെ പാണ്ഡവാപുര അല്ല, പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷൻ. ഒരു തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയൊരു ഫീലുണ്ട്. ഞാൻ എൻ്റെ പഴയ തെങ്കാശിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ കാലമായി ഇപ്പോൾ തെങ്കാശിയിലും ചെങ്കോട്ടയിലൊക്കെ പോയിട്ട്. ഇപ്പോൾ ഫുള്ള് ലോറിയിലായതുകൊണ്ട് അതുകൊണ്ട് ട്രെയിൻ വന്ന് നിൽക്കുന്നു. പെടുന്നോ. നല്ല രസമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഇത് എക്സിറ്റ് അടിക്കുന്ന ഇതിലെന്ന് പറയുമ്പോൾ അങ്ങ് പോയി കറങ്ങി വരേണ്ടി വരും. അപ്പുറത്തൊരു ലോക്കോ കാണാം, ഡീസൽ ലോക്കോ ആണ്. നമ്മൾ പണ്ട് ട്രെയിനിലായിരുന്നല്ലോ കുറേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, ഡീസൽ ലോക്കോ കാണാം. പിന്നെന്താ, എങ്ങോട്ട് പോകുന്ന ട്രെയിനാണെന്ന് അറിയാൻ വയ്യ. ഇപ്പുറം ഈ സൈഡായിട്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി വെള്ളം കുടിക്കാം. ഇച്ചിരി നടക്കേണ്ടി വന്നു.
ഇത് ലാബാണോ? അല്ലല്ലേ, നാടൻ പട്ടിയല്ലോ, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നല്ല സൈസ് ഉണ്ട് കേട്ടോ, ആരും വളർത്തുന്നതാണ്. അടുപ്പിക്കണ്ട. നമ്മൾ എവിടെന്നെങ്കിലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്നൊക്കെ വെച്ച് വന്നതാണ്, പക്ഷെ ഇവിടെ എവിടെയും കരിമ്പ് ജ്യൂസ് ഇല്ല, കരിമ്പ് മാത്രമേ ഉള്ളൂ ഈ വഴി. അതുകൊണ്ട് നമ്മളൊരു മുസംബി ജ്യൂസ് കുടിച്ചിട്ട് പോകണ്ട. ജോൺസൺ മാഷ് അവിടെ നിൽക്കുകയാണ്, പെട്ടെന്ന് പോകണം. കുടിച്ചു വന്നോ? അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് നേരെ കമ്പനിയിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നതാണ്, അവസാനം ഒന്നും കിട്ടിയില്ല. അതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി എഡിറ്റിങ് പണിയൊക്കെ ഉണ്ട്. ഇന്ന് 4-ാം തീയതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര്